ഉത്രാട നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ ഉത്രാട നക്ഷത്രത്തിൻ്റെ കാലത്തിൻ്റെ ഗതിവിഗതികളിൽ പെട്ട് അലയുന്ന ഗ്രഹം എന്ന് പറഞ്ഞാൽ കാറ്റ് പോലെയാണ്. ചെറ്റത്തരമുണ്ടല്ലോ, ഈ പിതൃശൂന്യത, ഇത് വെറും വളരെ മോശകരമായ കാര്യമാണ്. ഇത് ആവർത്തിച്ചാൽ നിങ്ങളുടെ വംശത്തിന്, നിങ്ങളുടെ കുലത്തിന്, നിങ്ങളുടെ സന്താന പരമ്പരകൾക്ക് വലിയ നാശം ഉണ്ടാകുന്നു. അദ്ദേഹത്തിന് അധികാരമൊക്കെ കിട്ടുമെങ്കിലും മനസ്സമാധാനവും ശാന്തിയും കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ 3 മുഖ്യമന്ത്രിമാർ ആകാൻ ശ്രമിക്കുന്ന ഒരാളുടെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും. കാരണം ഇന്നലെ ഞാൻ ഈ വിവാഹ പൊരുത്തങ്ങളെക്കുറിച്ച് മാട്രിമോണിയൽ കമ്പനികൾ നടത്തുന്ന തരികിടകളെക്കുറിച്ച് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഫോൺ കോളുകൾ കൊണ്ട് തന്നെ ഞാൻ ഞെട്ടിപ്പോയി. എന്തൊരു തരികിടകളാണ് ഇവർ ചെയ്യുന്നത്. കുറേ കൂടെ വ്യക്തമായിട്ട് ഒരു വീട്ടമ്മ വിളിച്ച് ഏകദേശം 1 ലക്ഷത്തിൽ കൂടുതൽ പണം അവരിൽ നിന്ന് കൈപ്പറ്റിക്കൊണ്ട്, ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്, ഇങ്ങനെ ഓരോ മാസത്തിൻ്റെയും അവസാനമാകുമ്പോൾ പുരുഷനാണെങ്കിൽ പെൺകുട്ടികളുടെ പടമിട്ട്, നല്ല സുന്ദരികളായ പെൺകുട്ടികളുടെ പടമെടുക്കുക, അവർക്ക് താല്പര്യമുണ്ടെന്ന് ഇവരോട് പറയുക, എന്നിട്ട് ആ മാസത്തെ പണം വീണ്ടും മേടിക്കുക, പിന്നെ അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയാതിരിക്കുക. സ്ത്രീകളാണെങ്കിൽ ഇതുപോലെ നല്ല പുരുഷന്മാരുടെ പടങ്ങൾ ഇടുക, എന്നിട്ട് താല്പര്യമുണ്ടാകുമെന്ന് പറയുക, ബാച്ചിലറാണെന്ന് പറയുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആകർഷണമുണ്ടാക്കി പണമുണ്ടാക്കുന്ന മാട്രിമോണിയൽ കമ്പനികളോട് ഞാൻ പറയുന്ന ഒരു വാക്ക്, നിങ്ങളിങ്ങനെ അർഹതയില്ലാത്ത പണം മേടിച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും അത് അനുഭവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സത്യം, വംശനാശം സംഭവിക്കുമെന്ന് ഞാൻ തുറന്ന് പറയുകയാണ്. അവിടെ വന്നിരിക്കുന്ന പെൺകുട്ടികളാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പെൺകുട്ടികൾ, അവർക്ക് 1 മാസത്തെ ജോലിയായിരിക്കും, പിന്നെ വിളിക്കുമ്പോൾ അയ്യോ ആ പെൺകുട്ടി ഇവിടുന്ന് പോയി, അടുത്ത പെൺകുട്ടിയാണെന്ന്. എത്ര വീട്ടമ്മമാരാണ് വിളിക്കുന്നത്, എത്ര അച്ഛന്മാരാണ് വിളിക്കുന്നത്, എത്ര പണമാണ് നിങ്ങളിങ്ങനെ അപഹരിക്കുന്നത്. കുട്ടികൾക്ക് വിവാഹപ്രായം എത്തി നിൽക്കുമ്പോൾ, വിവാഹത്തിന് തടസ്സമുണ്ടാകുമ്പോൾ, ആ വിവാഹത്തിൻ്റെ പെൺകുട്ടികളുടെ പടവും ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് പണം മേടിച്ചുകൊണ്ട് കുറേ പടങ്ങൾ അങ്ങനെ അയച്ച് ആദ്യമൊക്കെ 2-3 ദിവസം പടം അയക്കുക, എന്നിട്ട് താല്പര്യമില്ലാത്തവരെ ജാതകത്തിൻ്റെ പൊരുത്തം, എന്നിട്ട് ഈ 2 വീട്ടുകാരും തമ്മിൽ ബന്ധിപ്പിക്കാതിരിക്കുക, എന്നിട്ട് ആ പൈസ തീരാറാകുമ്പോൾ വീണ്ടും നിങ്ങൾ ആകർഷണമായിട്ടുള്ള ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെയും പെൺകുട്ടികൾക്ക് ആൺകുട്ടികളുടെയും പടമിടുക, എന്നിട്ട് പറ്റിക്കുക. മാട്രിമോണിയൽ കമ്പനിക്കാരോട് ഞാൻ പറയുന്നത്, ഇങ്ങനെ ഉണ്ടാക്കുന്ന പണം കൊണ്ട് നിങ്ങൾക്കോ നിങ്ങളുടെ സന്താനങ്ങൾക്കോ നിങ്ങളുടെ വംശത്തിനോ അനുഭവിക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, ഈ പണം കൊണ്ട് കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾക്ക് ദഹിക്കില്ല. ഒരാളുടെ സ്വപ്നങ്ങൾ, ഒരാളുടെ ആഗ്രഹങ്ങൾ, അവരുടെ വംശം നിലനിൽക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം, മക്കളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് വിവാഹം സ്വപ്നം കണ്ടുകൊണ്ട് മാതാപിതാക്കൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം നിങ്ങളെപ്പോലുള്ള മാട്രിമോണിയൽ കമ്പനികൾക്ക് തരുമ്പോൾ, നിങ്ങൾ ഈ കാണിക്കുന്ന പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഈ ചെറ്റത്തരമുണ്ടല്ലോ, ഈ പിതൃശൂന്യത, ഇത് വെറും വളരെ മോശകരമായ കാര്യമാണ്. ഇത് ആവർത്തിച്ചാൽ നിങ്ങളുടെ വംശത്തിന്, നിങ്ങളുടെ കുലത്തിന്, നിങ്ങളുടെ സന്താന പരമ്പരകൾക്ക് വലിയ നാശം ഉണ്ടാകുമെന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാരണം ഒരുപാട് പേര് സ്വാമി ഇതിനെക്കുറിച്ച് വ്യക്തമായി ഇന്നയാളുടെ പേര് പറയണം, ഇന്ന ആൾക്കാരൊക്കെയാണ് ഇവരൊക്കെയാണ്, ഞങ്ങളിൽ രേഖകളുണ്ട്, പണം അയച്ചതിൻ്റെ രേഖകളുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് മാട്രിമോണിയൽ കമ്പനിക്കാരുടെ തട്ടിപ്പുകളിൽ പോയി വീഴാതിരിക്കുക. ഇനി അടുത്തത്, മാട്രിമോണിയൽ കമ്പനി വഴി വിവാഹം നടത്തിയ കള്ളജാതകങ്ങൾ ഉണ്ടാക്കിയ, ജാതകങ്ങൾ വഴി പൊരുത്തമുണ്ടെന്ന് പറഞ്ഞ് വിവാഹം കഴിച്ച തകർന്നുപോയ ദാമ്പത്യങ്ങളുടെ ഒരു 4-5 പേരെങ്കിലും വിളിച്ചിട്ടുണ്ട്. പുരുഷന്മാരും വിളിച്ചിട്ടുണ്ട്, സ്ത്രീകളും വിളിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും എനിക്ക് പ്രധാനമായിട്ട് തോന്നിയ ഒരു കാര്യം, ദുഃഖം തോന്നിയ ഒരു കാര്യം, ഒരു പെൺകുട്ടിയെ ഒരു പുരുഷൻ വിവാഹം കഴിക്കുന്നു. അയാളുടെ സഹോദരിമാരെ കല്യാണം കഴിച്ച് കൊടുത്തതിന് ശേഷം വിവാഹം കഴിക്കാതെ നിൽക്കുകയും അമ്മയുടെ നിർബന്ധപ്രകാരം ഒരു പെൺകുട്ടിയെ മാട്രിമോണിയൽ കമ്പനി വഴി വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഈ വിവാഹം നടത്തുമ്പോൾ ഈ പെൺകുട്ടികളുടെ കുടുംബത്തെക്കുറിച്ച് അന്വേഷിക്കണം, വരൻ്റെ കുടുംബത്തെക്കുറിച്ചും അന്വേഷിക്കണം. അന്വേഷിച്ചതിന് ശേഷം മാത്രമേ കാരണം നിങ്ങളെ വിശ്വസിച്ചാണല്ലോ ഈ പണം അടയ്ക്കുന്നത്. ആ പെൺകുട്ടിക്ക് ഒരു അബദ്ധം പറ്റി ഒരു കുട്ടി ഉണ്ടായിരിക്കുന്നു, ആ കുട്ടിയെ രഹസ്യമായിട്ട് വളർത്തുകയാണ്. ഈ പുരുഷനെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഉത്തമനായ ഒരു പുരുഷനെ. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, സ്വാമി അവൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി എന്ന് എന്നോട് പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഞാനത് അറിയാനിടയായപ്പോൾ ഉണ്ടായ സാഹചര്യമാണ് ഏറ്റവും വലുത്. ഞാൻ എൻ്റെ സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് ഇന്ന നാട്ടുകാരിയാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു അബദ്ധം പറ്റിയതായിട്ടെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് അവളുടെ മുഖത്ത് നോക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷേ ഞാൻ അവളെ സ്നേഹിച്ചു പോയി. ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവളോട് ഈ കാര്യം ചോദിക്കുകയും പറയുകയും ചെയ്യില്ല. പക്ഷേ എൻ്റെ മനസ്സ് നീറിക്കൊണ്ടിരിക്കുകയാണെന്നൊരു ചെറുപ്പക്കാരൻ്റെ ദുഃഖമാണ്. ജ്യോതിഷ ജാതകം നോക്കുമ്പോൾ പൊരുത്തക്കേട്, എങ്ങനെയെങ്കിലും ജാതകം നടത്തി പണമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം ജാലവിദ്യകൾ കാണിച്ച് എന്തിനാണ് ഈ പണമുണ്ടാക്കുന്നത്?
പെൺകുട്ടികളെയും പുരുഷന്മാരെയും ഇങ്ങനെ വഞ്ചിക്കുന്നത് എന്തിനാണ്? അബദ്ധങ്ങൾ പറ്റാം, തെറ്റുകൾ പറ്റാം, പരസ്പരം സ്നേഹിക്കാം, സ്നേഹിക്കുമ്പോൾ ബന്ധങ്ങൾ വഷളാകാം, അത് വേർപെട്ടു പോകാം. ഇന്നത്തെ സാഹചര്യങ്ങളിൽ ശാരീരിക ബന്ധമൊന്നും പ്രശ്നമല്ലാത്തത് കൊണ്ട് പുരുഷൻ തന്നെ വിവാഹം കഴിക്കുമെന്ന് വിശ്വസിച്ച് ആ പുരുഷനോടൊപ്പം ശരീരം സമർപ്പിക്കുന്ന പെൺകുട്ടികളും അവൾ എൻ്റെ കൂടെ തൻ്റെ ആണല്ലോ എന്ന് പറഞ്ഞ് പുരുഷൻ അവളെ കൂട്ടിപ്പോയിട്ട് സ്വകാര്യമായ സ്ഥലത്ത് പോയി അവളുമായിട്ട് ഇണചേരുന്നതൊന്നും തെറ്റായിട്ടൊന്നും ഇന്നത്തെ കാലഘട്ടത്തിലില്ല. പരസ്പരം സമ്മതത്തോടു കൂടി ഇണചേരുന്നത് അബദ്ധവുമല്ല, തെറ്റുമല്ല. ഒരു കോടതിയും അതിനെ ശിക്ഷിക്കത്തുമില്ല, ഒരു പോലീസും ഒരു കേസും എടുക്കത്തില്ല. നമ്മളിവിടെ കാണുന്നതില്ലേ? പക്ഷേ ഇതൊക്കെ ജീവിതത്തിൽ പിന്നീടുണ്ടാക്കുന്ന ആഘാതങ്ങളാണല്ലോ. ഈ കമ്പനികൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളൂ. എത്ര പേരുടെ കണ്ണീരാണ് ഞാൻ കാണുന്നത്. ഒരു അമ്മ എന്നെ വിളിച്ച് പറയുന്നത്, സ്വാമി ഞാൻ 1.5 ലക്ഷം രൂപ കൂടുതൽ കൊടുത്തു, പിന്നെ അവർ ബന്ധപ്പെടുന്നില്ല, പിന്നെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അവർ പറയുന്ന കഥകളാണ് ഈ കേൾക്കുന്നത്. മാട്രിമോണിയൽ കമ്പനി ഒരു വലിയ പരസ്യങ്ങൾ ചെയ്യുമല്ലോ നിങ്ങൾ, എന്തൊക്കെ മാട്രിമോണിയലാണെന്ന് പറഞ്ഞിട്ട്. എന്തോ നിങ്ങളിനി നമ്മുടെ മാതാപിതാക്കളോട് എനിക്ക് പിന്നെ പറയാനുള്ളത്, നിങ്ങൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് പണമെടുക്കൂ. ഓരോ പെൺകുട്ടികൾ, ജോലിയില്ലാത്ത പെൺകുട്ടികൾ, അവർ വന്നിരുന്ന് ഓരോ മാസം ഓരോ കമ്പനികൾ ജോലി ചെയ്യുന്ന ഇതുപോലുള്ള പെൺകുട്ടികൾ വിളിച്ച്, മറ്റേ പെൺകുട്ടി ഇവിടുന്ന് പോയി കേട്ടോ, ഇനിയിപ്പോൾ ഞാനാണ് ഇപ്പം, മാഡം എന്തായാലും ഞങ്ങൾ കല്യാണം നടത്തിക്കാം, മാഡം ഈ പൈസ അടയ്ക്കൂ എന്ന് പറഞ്ഞ് ടീച്ചറിനെ ഇവിടെ വിളിക്കുന്നത് കേട്ടോ. ആരാണ്ടൊക്കെ ടീച്ചറിൻ്റെ ചേച്ചിയുടെ മകനുണ്ട്, അവൻ അജീഷ്, അവൻ കോളേജ് ലെക്ചറാണ്, കല്യാണം കഴിച്ചിട്ടില്ല. അവനെ നിർബന്ധിച്ച് നമ്മൾ കല്യാണം കഴിപ്പിക്കുവാണ്. ചേട്ടൻ്റെ മോനുണ്ട്, അവനെയും കല്യാണം കഴിപ്പിക്കാൻ നിൽക്കുവാണ്. കല്യാണം കഴിക്കാൻ അവരൊന്നും ഒരു പെണ്ണിൻ്റെ പുറകെ പോവുകയും പ്രേമിച്ചവരൊന്നുമല്ല. ടീച്ചറിനിങ്ങനെ അവരെ കല്യാണം കഴിപ്പിക്കാൻ നമുക്ക് അവകാശികളില്ല. അപ്പോൾ ഉള്ളതെല്ലാം ഇവന്മാർക്കാണ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അവർക്ക് അവകാശികളില്ലാത്തത് കൊണ്ട്, നമുക്ക് അവകാശികളില്ലാത്തത് കൊണ്ട് ഈ സ്വത്തും പണവും എല്ലാം ഈ ഉണ്ടാക്കിയത് മുഴുവൻ പുസ്തകങ്ങളും ഈ ഉള്ള സമ്പത്തും കുറച്ചൊക്കെ ഉള്ളൂ. ആ ഉള്ളതൊക്കെ അവർക്ക് കൊടുക്കുകയാണ്. അവർക്കാണ് വിവാഹ താല്പര്യവുമില്ല. നിർബന്ധിച്ച് അവരെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ഈ വെമ്പായത്തെ വീടും പട്ടത്തെ വീടും ഈ വാഹനങ്ങളും ഒക്കെ ദൈവം തന്നതാണ്, എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടും. അപ്പോൾ അവർക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ അവകാശികളില്ലാതെ കാന്തല്ലൂർ ആശ്രമമൊക്കെ ഈ അവകാശികളില്ലാതെ പോകുമ്പം എങ്ങനെയെങ്കിലും അവർക്ക് മനസ്സിന് പൊരുത്തപ്പെടാൻ പറ്റുന്ന, പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്ന കണ്ടിട്ട് നമുക്കൊന്ന് കണ്ണടയ്ക്കാമെന്ന് വിചാരിച്ചാൽ നടക്കണ കാര്യമാണോ? അത് അവരോട് വിചാരിക്കണ്ടേ? പിന്നെ ഒരു വിധിയുണ്ട്, എല്ലാത്തിനും ഒരു വിധിയുണ്ട്. വിധിയെ മറികടക്കാൻ പറ്റില്ല എന്ന് ഞാൻ എപ്പോഴും പറയുമല്ലോ. അതാണ് ഈ പറയുന്നത്. നമുക്ക് വിധി, ഒരുപോലെ 100 മക്കളുണ്ടായിട്ടും കണ്ടില്ലേ, ഗാന്ധാരിക്ക് ഇത്രയും മക്കളുണ്ടായിരുന്നിട്ട് എന്ത് പറ്റി? ഒരാളെങ്കിലും അനുഭവിക്കാനുള്ള യോഗം ഉണ്ടായോ? അവരുടെ മരണമല്ലേ? അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം കേൾക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ള ജന്മങ്ങളാണ്. ഇതൊരു കഷ്ടമാണ്. ദൈവം എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചെന്നൊക്കെ ഞാൻ ചോദിക്കും. എത്ര പേരുടെ ദുഃഖങ്ങളാണ് ഡെയിലി കേൾക്കുന്നത്. പണം ഉണ്ടാക്കാൻ ഒരു വശത്തൂടെ പണം ഉണ്ടാക്കാണ്ട് മനുഷ്യൻ ഇപ്പം കണ്ടില്ലേ, കേരളത്തിൽ അധികാരം കിട്ടിയിട്ടും അധികാര കസേരയ്ക്ക് വേണ്ടിയുള്ള അടിപിടി. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് രാഷ്ട്രീയക്കാർ, സ്വാമി ഇത് ആര് മുഖ്യമന്ത്രിയായിട്ട് വരും? എന്ത് മുഖ്യമന്ത്രി? ഒരു മുകളിലോട്ട് പോകുന്ന ശ്വാസം താഴേക്ക് വന്നാലുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഒരു പനി വന്നാൽ തീരണതേ ഉള്ളൂ. ഹൃദയം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, നിന്ന് പോയാൽ നിന്ന്. എന്ത് അധികാര കസേര, എന്തൊരധികാരം! എന്നെ കുറേ പേര് വിളിച്ചു, സ്വാമി ആര് വരും? KC വേണുഗോപാൽ വരുമോ, അതോ രമേശ് ചെന്നിത്തല വരുമോ, അതോ VD സതീശൻ വരുമോ? എന്തെല്ലാം അടിപിടിയും ബഹളവും അധികാരം ഉണ്ടായിരുന്നു നമുക്ക് മുമ്പേ നടന്നുപോയ ഒരുപാട് പേരുണ്ട് അല്ലേ? അധികാര കസേരയിൽ ഇരുന്ന് പോയവരുണ്ട്. എൻ്റെ അടുത്ത് കെ കരുണാകരൻ സാറിൻ്റെ അടുത്ത് പിന്നെ അദ്ദേഹമാണ് എന്നെ മഹേശ്വരൻ നായർ, പൂജപ്പുര കൗൺസിലറായിരുന്ന മഹേശ്വരൻ നായർ എൻ്റെ സഹോദരനാണ്. അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടൊരു ദിവസം കരുണാകരൻ സാറിനെ കാണണമെന്ന് പറഞ്ഞ് എന്നെ ജഗതിയിലെ വീട്ടിൽ കൊണ്ടുപോയി. അദ്ദേഹം ഞാൻ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ആദ്യമായിട്ട് കാണുകയാണ് കരുണാകരൻ സാറിനെ. അപ്പോൾ അവിടെ കൊണ്ടു ചെന്നപ്പോൾ പിന്നെ ആദ്യമായിട്ടല്ല, രണ്ടാമതായിട്ട് ആദ്യം എന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയ പീതാംബരക്കുറുപ്പാണ്, DCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, പിന്നെ DCC പ്രസിഡന്റ് ആയിരുന്നത്. ഇത് കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ അധികാരമൊക്കെ നഷ്ടപ്പെട്ട് ഈ നട്ടലിന് ക്ഷതമൊക്കെ പറ്റി ജഗതിയിലെ വീട്ടിൽ പത്മജ താമസിക്കുന്ന വീട്ടിലായിരുന്നപ്പോൾ ഈ മഹേശ്വരൻ നായർ എന്നെ കൂട്ടിക്കൊണ്ട് അവിടെ ചെന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് തൂവെള്ള അദ്ദേഹം ഇങ്ങനെ കുനിഞ്ഞിരിക്കുവാണ്. അപ്പോൾ ഞാനിങ്ങനെ അല്പസ്വല്പം ഇതൊക്കെ പറയുമല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച അദ്ദേഹം 2 ചോദ്യം, മുരളി വരുമോ എന്നുള്ളതാണ്. ആ മുരളി വരുമോ എന്ന് പറഞ്ഞ ചോദ്യത്തിന് അദ്ദേഹം DICയിൽ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഈ ചോദ്യം കേട്ടപ്പോൾ ഞാൻ ഈശ്വര വാര്യർ, രാജൻ കേസിൽ ഈശ്വര വാര്യർ മകനെക്കുറിച്ച് കരുണാകരൻ സാറിൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യമാണ് ഓർത്തത്. മകൻ വരുമോ, എൻ്റെ മകനെ തിരിച്ചു തരുമോ? അല്ലേ? ആ ഒരു കേസ് ദൈവം എത്ര കറക്റ്റാണ് നമ്മളിന്ന് ആലോചിക്കണം. ദൈവം തിരിച്ചു ചോദിപ്പിച്ചു. അപ്പോൾ ആ മകൻ പോയപ്പോൾ ആ മകൻ്റെ ദുഃഖം ഇവിടെ അനുഭവിച്ചേ പറ്റൂ. ഞാൻ വിധിയെക്കുറിച്ച് എപ്പോഴും പറയൂല, ആ പുത്ര ദുഃഖം അനുഭവിച്ചു കരുണാകരൻ സാറ്. അല്ലേ? മുരളീധരൻ വീണ്ടും ജീവിച്ചിരിക്കുന്നു. അപ്പോൾ അച്ഛനിൽ നിന്ന് പിരിഞ്ഞൊരു കാലഘട്ടം ജീവിച്ചു. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ 2 മക്കളും 2 ധ്രുവങ്ങളിൽ ജീവിക്കുന്നു. അച്ഛൻ്റെ കാലശേഷം 2 രാഷ്ട്രീയ പാർട്ടിയിൽ ജീവിച്ചിരിക്കുന്നു. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ 2 പേര് തമ്മിൽ ബന്ധമില്ലാതായിരിക്കുന്നു. പിന്നെ അദ്ദേഹം ചോദിച്ചൊരു കാര്യമാണ്, കുറേ നേരം അദ്ദേഹം ഇങ്ങനെ. അപ്പോൾ ഞാനതിന് മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ വിധി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ്. അപ്പോൾ സന്താന ദുഃഖം അനുഭവിക്കാൻ യോഗം ഉണ്ടെങ്കിൽ നമ്മളത് അനുഭവിച്ചേ പറ്റുള്ളൂ. അപ്പോൾ പുള്ളി വിധി എന്ന് പറഞ്ഞിങ്ങനെ തലയാട്ടി.
അല്ലേ? കെ കരുണാകരൻ പറഞ്ഞ ആരായിരുന്നു? എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് രാഷ്ട്രീയത്തിൽ പ്രഗത്ഭനായിട്ട് നിന്നിരുന്ന ഒരു വലിയ മനുഷ്യനാണ്, അല്ലേ? കെ കരുണാകരൻ സാറിന് അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന കാലം ദുഃഖം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടു. ഈശ്വര വാര്യർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ മകനെ RCCയിൽ വെച്ചിട്ട് പോലീസുകാർ കൊണ്ടുപോയി നക്സലൈറ്റാണെന്ന് പറഞ്ഞ് ഉരുട്ടി കൊന്നുപോയി. അദ്ദേഹം ഇത് ആഭ്യന്തരമന്ത്രിയായിരുന്നു. അതുകൊണ്ട് എന്തെല്ലാം അധികാരം മുഴുവൻ നഷ്ടപ്പെടുകയും വീണ്ടും അധികാരത്തിൽ തിരിച്ചു വരുമെങ്കിലും ചെയ്തെങ്കിലും ജീവിതത്തിൻ്റെ അവസാന കാലം മനോവ്യഥ അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളൊരു വലിയ സത്യമുണ്ട്, അല്ലേ? നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ പാപഫലങ്ങൾ ജീവിതത്തിൻ്റെ അവസാനം. പണമൊക്കെ ഉണ്ടാവും, ആ പണമൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ പണം ഉപയോഗിച്ചാൽ മാത്രമേ അത് പണമാവുകയുള്ളൂ, ഇല്ലെങ്കിൽ അത് വെറും പേപ്പർ കഷ്ണമാണെന്നുള്ളൊരു സത്യം നമ്മൾ തിരിച്ചറിയണം. പണത്തിന് വേണ്ടി ആർത്തി പൂണ്ടി നടക്കുന്ന, പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത, പണത്തിന് വേണ്ടി മനുഷ്യനെ കൊല്ലുന്ന, പണത്തിന് വേണ്ടി ഉറ്റവരെയും ഉടയവരെയും പിന്നെ മറന്നു പോകുന്ന, പണമാണ് ലോകത്തെ ഏറ്റവും വലുതെന്ന് ബന്ധങ്ങൾ മറന്നു പോകുന്ന സഹോദരങ്ങളും ഇല്ലെങ്കിൽ ഒരുമിച്ച് ജീവിച്ചവരും അവരൊക്കെ പണമൊന്നുമല്ല എന്നറിയുന്ന കാലഘട്ടത്തിൽ കിടക്കയിൽ നിന്നൊന്ന് എഴുന്നേറ്റിരുന്ന് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കിടക്കുന്ന ഒരുപാട് പേരെ കാണുകയും അത് അനുഭവിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ, ഇല്ലേ? ഒരുപാട് പേര് നമുക്ക് അർഹതയില്ലാത്ത സ്വത്തോ പണമോ സമ്പാദ്യമോ നമ്മളിലേക്ക് പൂർവ്വരിൽ നിന്ന് വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ നമുക്കോ നമ്മുടെ സന്താനങ്ങൾക്കോ അത് അനുഭവിക്കാൻ പറ്റാതെ ദുരിതം അനുഭവിക്കുന്ന എത്രയോ പേർ. എൻ്റെ അടുത്ത് എത്രയോ പേര് പറയുന്നൊരു, സ്വാമി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇത് പൂർവ്വമായി കിട്ടിയ അമ്മയുടെ അപ്പൂപ്പൻ്റെയൊക്കെ സ്വത്താണ്, ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഞാൻ ഈ കിടന്ന് അനുഭവിക്കുന്നത്? എൻ്റെ മക്കൾ തമ്മിൽ ഈ അടിപിടി കൂടുന്നത്, മദ്യപിച്ചുകൊണ്ടുവന്ന് അടിപിടി കൂടുന്നത്, ഇവർക്ക് ഇത് വിറ്റ് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. വിറ്റാൽ ഞാൻ എങ്ങോട്ട് പോകും സ്വാമി? എന്തൊക്കെയുള്ള സത്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴേ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇതൊക്കെ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ, ഒരുപാട് സത്യങ്ങൾ. അന്ന് കരുണാകരൻ സാർ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞാൻ 3 രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിലിപ്പോൾ KC ഉണ്ട്, RC ഉണ്ട്, അല്ലേ? പിന്നെ VD ഉണ്ട്. അതിൽ ഒരാളെക്കുറിച്ച് കരുണാകരൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്താവും രാഷ്ട്രീയത്തിൽ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് ചിലപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ജ്വലിക്കും, പക്ഷേ അവസാന കാലം വളരെ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകാനുള്ള ഒരാളാണ് എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല. അതെന്താ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചില കർമ്മഫലങ്ങൾ പിന്തുടരുന്നു, ചില പൂർവ്വജന്മ ദോഷങ്ങൾ പിന്തുടരുന്നു. അദ്ദേഹത്തിന് അധികാരമൊക്കെ കിട്ടുമെങ്കിലും മനസ്സമാധാനവും ശാന്തിയും കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ 3 മുഖ്യമന്ത്രിമാർ ആകാൻ ശ്രമിക്കുന്ന ഒരാളുടെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും, വളരെ ദയനീയമായിരിക്കും അവസാന കാലം. അത് കാണാൻ ഞാൻ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാനങ്ങ് പ്രാർത്ഥിക്കുവാണ്. അത്ര ദയനീയമായിരിക്കും. അത് ഞാൻ പറഞ്ഞു, അതിവിടെ നിർത്തുന്നു എന്ന് ഞാൻ അദ്ദേഹത്തെ. എന്തുകൊണ്ടാണ് കെ കരുണാകരൻ അങ്ങനെ ഒരാളെ വളർത്തിക്കൊണ്ടുവന്ന ഒരാളാണ്. ഇവരെ 3 പേരിൽ എനിക്കൊന്നും RCയെയും KCയെയും വളർത്തിക്കൊണ്ടുവന്നതിന് കരുണാകരൻ സാറിന് വലിയ പങ്കുണ്ട്. വീഡിയോയോട് അത്രയും വലിയ ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആ 2 പേരിൽ ഒരാളെക്കുറിച്ചാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. എന്ത് കാരണങ്ങൾ കൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഊഹിക്കാവുന്നതായിരിക്കും. എന്തായാലും അദ്ദേഹത്തിന് താങ്ങാൻ പറ്റുന്ന ദുഃഖങ്ങളും താങ്ങാൻ പറ്റുന്ന മാനസിക സംഘർഷങ്ങളും ഈശ്വരൻ കൊടുക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഈ അതവിടെ അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത്, ഞാൻ പറഞ്ഞ നക്ഷത്ര ഫലങ്ങളിൽ ഒരാൾ എനിക്ക് എഴുതിയിരിക്കുന്നു, ഒരാൾ വിളിക്കുകയും ചെയ്തു, സ്വാമി 27 നക്ഷത്രങ്ങൾക്ക് ദോഷമാണെന്നാണോ സ്വാമി പറയുന്നത്? ഞാൻ പറഞ്ഞത്, നക്ഷത്ര ദോഷങ്ങളോടൊപ്പം തന്നെ ഗ്രഹനിലകളനുസരിച്ച് നന്മയുണ്ടാകുന്ന കാലത്തോടൊപ്പം തന്നെ പൂർവ്വജന്മ ദോഷങ്ങളും കൂടെ ചേർന്ന് വരും. പൂർവ്വജന്മ ദോഷങ്ങളും കൂടെ ചേർന്ന് വരുമ്പോഴാണ് ഈ ദുരിതം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ നല്ല കാലത്തിൻ്റെ ഗ്രഹനിലകൾ അനുസരിച്ചിട്ടുള്ള ആ സൗഭാഗ്യങ്ങൾക്ക് ആ പൂർവ്വജന്മ ദോഷങ്ങൾ തടസ്സമായി വരും. ആ ഫലങ്ങളാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ശാമുണ്ടെങ്കിൽ ഈ ജന്മത്തിലെ ഫലങ്ങൾ കൂടെ പറഞ്ഞു തരാം. അതുകൊണ്ട് ജാതക ജ്യോത്സ്യം അനുസരിച്ച് എല്ലാ നക്ഷത്രങ്ങൾക്കും സുഖവും ദുഃഖവും ഇടകലർന്നതാണ്. ഞാൻ പറഞ്ഞത് ദോഷങ്ങൾ ശ്രദ്ധിക്കണമെന്നാണുള്ളത് പറഞ്ഞത്. ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചതായിട്ട് ആൾക്കാർ എന്നെ ഫോൺ വിളിച്ച് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, ഞാനതിൻ്റെ നെഗറ്റീവ് മാത്രമല്ല പറയുന്നത്. ഞാൻ അതിൻ്റെ പൂർവ്വജന്മമാണ്. ഓരോ മനുഷ്യൻ ആ നക്ഷത്രക്കാരുടെ പൂർവ്വജന്മം, ഈ നക്ഷത്രക്കാരുടെയൊക്കെ പൂർവ്വജന്മം അനുസരിച്ചിട്ടുണ്ടാകുന്ന ദോഷങ്ങളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അത് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എത്ര സൗഭാഗ്യങ്ങളുണ്ടെങ്കിലും, എത്ര സമ്പന്നതയുണ്ടെങ്കിലും, എത്ര മനസമാധാനവും ശാന്തി ഉണ്ടെങ്കിലും ഏത് നിമിഷമാണ് ആ പൂർവ്വജന്മ ദോഷം കടന്നു വരുന്നു എന്നറിയില്ല എന്നുള്ളതാണ്. അത് ഞാൻ ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാനും ടീച്ചറും എല്ലാം കൂടെ നമ്മളൊരു വലിയ വിഭാഗം ടീമെല്ലാം കൂടെ ഒരു യാത്ര ചെയ്തു. പിന്നെ ഗംഗയിലും ഒക്കെയാണ് പോയത്. അപ്പോൾ അങ്ങനെ പോയിട്ട് മണികർണികയിലൊക്കെ പോയി. അങ്ങനെ പോയിട്ട് ഞാൻ എല്ലാവരെയും കൊണ്ടുപോയിട്ട് പിതൃക്കൾക്ക് ബലിയിടാമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് സാധനങ്ങളും പ്രത്യങ്കര ഹോമമൊക്കെ ചെയ്യാനായിട്ട് പോയിട്ട് വാരണാസിയിൽ വെച്ച് ബലി കർമ്മങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞ് ഈ ഗംഗ ഇങ്ങനെ വറ്റി വരണ്ട് കിടക്കുമായിരുന്നു. ആ വറ്റി വരണ്ട് കിടക്കുമ്പോൾ ഞാൻ പറഞ്ഞൊരു വള്ളത്തിൽ കയറി എല്ലാവർക്കും കൂടെ ഗംഗയുടെ നടുവിൽ പോയിട്ട് നമുക്ക് പിതൃക്കൾക്ക് ബലിയിടാം, അത് വലിയ പുണ്യമായിരിക്കും എന്ന് വിചാരിച്ചു.
അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ഈ ബലികർമ്മമൊക്കെ ചെയ്തു. ബലികർമ്മങ്ങളെല്ലാം ചെയ്ത് പിന്നെ അപ്പോൾ ഞാൻ വേറെ ഒന്നും ഓർക്കുന്നില്ല. ഈ വള്ളത്തിൽ കയറിയാണ് അവിടെ ചെയ്ത് ആ ഗംഗ ഇങ്ങനെ ഉണങ്ങി കിടക്കുവാണ്. അതിന് ഒരു അറ്റത്തു കൂടെ മാത്രമേ ഗംഗ ഇങ്ങനെ ഒഴുകുന്നുള്ളൂ, ബാക്കി മുഴുവൻ മരുഭൂമി പോലെ ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ അവിടെ പോയി ഇത്രയും ആൾക്കാരെ, എൻ്റെ കൂടെയുള്ള 10-20 പേരുടെ കുടുംബാംഗങ്ങളാണ്, എല്ലാവർക്കും വേണ്ടി ബലികർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വള്ളത്തിൽ കയറി തിരിച്ചു വന്നതിന് ശേഷം ഞാൻ രാത്രി ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈശ്വര, ഞാനിങ്ങനെ വെറുതെ ചോദിച്ചു ഒരാളോട്, ഈ ഗംഗ എപ്പോഴാണ്, അത് ഏത് നിമിഷം വേണമെങ്കിലും വെള്ളം വന്ന് നിറയും, നിമിഷങ്ങൾ കൊണ്ട് അവിടെ ഈ പമ്പ നിറഞ്ഞൊഴുകും എന്ന് പറഞ്ഞു. ഞാൻ ഭഗവാനെ ഇങ്ങനെ വിളിച്ചു പോയി, മഹാദേവനെ. കാരണം നമ്മളിവിടെ ബലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഇരമ്പൽ മാത്രമല്ലേ കേൾക്കുകയുള്ളൂ, ഒരു ഇരമ്പൽ മാത്രമേ കേൾക്കുകയുള്ളൂ, ഒരാളെപ്പോലും ബാക്കി കിട്ടത്തില്ല. അത് ഈശ്വരൻ അവിടെ കാത്തു, അതാണ് വിധി കാത്തു എന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കും. അതുപോലെ തന്നെ ഒരിക്കൽ ഞാനൊരു ഗംഗ പിന്നെ ഋഷികേശ് ഹരിദ്വാറിലെ ഹിമാലയ യാത്രയിൽ ഒരു തവണ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണ്. ഒരു സ്ഥലത്ത് പാറ ഇങ്ങനെ ഭയങ്കര പോളിഷായിട്ട് കിടക്കുകയാണ്, ഭയങ്കര പോളിഷായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. നല്ല ചൂടുണ്ട്. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ കൂടെ അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ സാധിക്കാത്തതുകൊണ്ട് മറുവശത്തു കൂടെ ഇറങ്ങി ഈ പാറയുടെ അത് എത്രയോ കാലം വെള്ളം ഇങ്ങനെ വീണ് ആ പാറയിൽ തണുപ്പ് മാത്രമേ ഉള്ളൂ. എന്നാൽ ആ പാറയുടെ അടിവശം മുഴുവൻ തണുപ്പാണ്, മാർബിൾ പോലെ ഫിനിഷിങ്ങാണ്, അത്ര നല്ല പ്രതലമാണ്. ഞാൻ അതിലിങ്ങനെ വെറുതെ മലന്ന് കിടന്ന് കണ്ണുകൾ മയങ്ങിപ്പോയി. നേരം എത്രയാണെന്ന് അറിയാൻ വയ്യ. കുറേ നേരം കഴിഞ്ഞ് കണ്ണ് തുറക്കുമ്പോൾ ഒരു ഇരമ്പൽ കേൾക്കുകയാണ്. ഇരമ്പൽ എന്ന് പറഞ്ഞാൽ എവിടുന്നോ ഈ പാറയുടെ വശത്ത് നിന്ന് എന്തോ ഒഴുകി വരുന്ന പോലുള്ള ഒരു ഭീകരമായ ശബ്ദം കേൾക്കുകയാണ്. ഞാൻ ഉടരുമ്പോൾ സന്ധ്യ പോലെയായി. സന്ധ്യയല്ല യഥാർത്ഥത്തിൽ, അവിടെ മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞു. പെട്ടെന്നാണ് അവിടെ പ്രകമ്പനം ഉണ്ടാകുന്നത്, ഇടിമിന്നലും കൊടുങ്കാറ്റൊക്കെ ഉണ്ടാകുന്നത് പെട്ടെന്നാണ്. ഞാൻ ചാടി എഴുന്നേറ്റ് എൻ്റെ കിട്ടിയ ആ സ്ഥലത്തൂടെ ഞാൻ മുകളിലേക്ക് കയറുന്ന ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരു ഭയങ്കര വെള്ളം വന്നിട്ട് ആ വെള്ളം മുകളിൽ നിന്ന് ഒലിച്ച് വന്ന് ആ കിടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ആടി ഉലച്ച് വന്ന് ചെതറി മുമ്പിലോട്ട് പോയി. ഞാനവിടെ കിടന്നിരുന്നെങ്കിൽ സുനിൽ പരമേശ്വരൻ, കാന്തല്ലൂർ സ്വാമി എന്ന് പറഞ്ഞ് ഇവിടെ വന്നിരുന്ന് DNA വന്നിരുന്ന് ഇങ്ങനൊരു ഇത് പറയാൻ പറ്റില്ല. അത്രയ്ക്കാണ് ആ ചെതറിപ്പോയാന്. അപ്പം നമ്മളെ ഈശ്വരൻ ഇങ്ങനെ കാക്കും, ചില സമയങ്ങളിൽ കാക്കും. അത് ഇങ്ങനെ ആയുസ് നീട്ടിത്തന്നതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്, ഒരുപാട് അനുഭവങ്ങൾ. നമ്മളെ നക്ഷത്രങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ പറയുമ്പം ആൾക്കാരത് ദോഷമായിട്ട് എടുക്കണ്ട. ചിത്തിര, ചോതി, വിശാഖം, അനിഴം, കേട്ട, മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ ഉത്രാടം നക്ഷത്രത്തിൻ്റെ കാലത്തിൻ്റെ ഗതിവിഗതികളിൽ പെട്ട് അലയുന്ന ഗ്രഹം എന്ന് പറഞ്ഞാൽ കാറ്റ് പോലെയാണ്. അപ്പോൾ സുഗന്ധമുള്ള സ്ഥലത്തുകൂടെ പോകും, പിന്നെ സുഗന്ധമില്ലാത്ത ദുർഗന്ധമുള്ളിടത്തുകൂടെയും പോകും. മനസ്സിന് ശാന്തി കിട്ടുന്ന ഒരു സമയമല്ല. മനസ്സിന് ശാന്തി കിട്ടാതെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ, ഉത്രാടം നക്ഷത്രക്കാർ നമ്മുടെ മനസ്സിനെ ആദ്യം നമ്മുടെ കൺട്രോളിൽ തന്നെ കൊണ്ടുവരിക. എനിക്ക് എവിടെയൊക്കെയാണ് കുഴപ്പങ്ങൾ പറ്റിയത്, ഇന്നലെ വരെ ഞാൻ എങ്ങനെയാണ് യാത്ര ചെയ്തത്, ഇന്നലെ വരെ ഞാൻ യാത്ര ചെയ്തിട്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നു, ഇനി അങ്ങോട്ട് ഞാൻ എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത്, ഇന്നലെ വരെ യാത്ര ചെയ്തതിൽ നിന്ന് എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ തെറ്റുകളാണ്, ഈ തെറ്റുകളിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് മോചനം ഉണ്ടാകുന്നത്. പ്രണയിച്ച് വിവാഹം കഴിച്ചവർ, ഉത്രാടം നക്ഷത്രക്കാരായിട്ട് വിവാഹം കഴിച്ചവരും ഉത്രാടം നക്ഷത്രമായിട്ട് പ്രണയിച്ച് വിവാഹം കഴിച്ചവരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയത്തുകൂടാണ് നടന്നു പോകുന്നത്. അവർക്ക് പെൺകുട്ടികളാണ് ജനിച്ചതെങ്കിൽ ആ പെൺകുട്ടികൾക്ക് വേണ്ടി സർപ്പപരിഹാര പൂജകൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. സർപ്പദോഷങ്ങൾ കലശലായിട്ടുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. സ്കിന്നിന് കുഴപ്പമുണ്ടാകുന്ന കാലമായിട്ടാണ്. ദന്തക്ഷതം ഉണ്ടാകുന്ന കാലഘട്ടമാണ്. ഉത്രാട നക്ഷത്രക്കാർ അനുകൂലമായിട്ടുള്ള ഒരുപാട് കാലമുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. എന്നാൽ പോലും ഒന്ന് ശ്രദ്ധിക്കുന്ന വളരെ നല്ലതാണ്. കണ്ണുകൾ ശ്രദ്ധിക്കുക, രക്തം ഒന്ന് പരിശോധിക്കുക, ഉദരരോഗം വരാതെ നോക്കുക, ഉദരരോഗത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമെന്ന് ചോദിക്കുക, രോഗങ്ങൾ നിസ്സാരമായിട്ട് കാണാതിരിക്കുക. ഇത് 30 ദിവസത്തെ ഫലമാണ് രോഗങ്ങൾ. പിന്നെ ഭർത്താവ് ഉത്രാടമാണെങ്കിൽ അദ്ദേഹം രഹസ്യ സ്വഭാവങ്ങൾ എന്തെങ്കിലും സൂക്ഷിക്കണമെങ്കിൽ, ആർക്കെങ്കിലും കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് പോട്ടേന്ന് വെക്കുക. അത് ഭാര്യയോട് പറയുക, ഞാൻ കടം കൊടുത്തു, അത് കിട്ടത്തില്ല, അത് പോയി. ഇനി ഭാര്യയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും വള ഊരി ആരെങ്കിലും അറിയാതെ പണയം വയ്ക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പോയി. സ്വർണ്ണ നഷ്ടം ഉണ്ടാകുന്ന കാലഘട്ടം. എന്നാൽ മുടി പൊഴിഞ്ഞു പോകുന്ന തലമുടി, ഒരുപാട് പെൺകുട്ടികൾക്ക് ഒരുപാട് തലമുടിയുള്ള കാലമാണെങ്കിൽ അത് പൊഴിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടം. പല്ലുകൾക്ക് ഉറപ്പായിട്ട് ദന്തക്ഷയം ഉണ്ടാകും. പല്ലുകൾ ദന്ത ഡോക്ടറെ കണ്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ, അത് സംരക്ഷിച്ചില്ലെങ്കിൽ അതിന് ദോഷമുണ്ടാകുന്ന ഒരു കാലഘട്ടമുണ്ട്. പല്ലിന് ഇല്ലെങ്കിൽ തൈറോയിഡ് രോഗമുണ്ടെങ്കിൽ അത് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ആരോഗ്യപരമായ കാര്യങ്ങൾ എല്ലാ നക്ഷത്രക്കാരും ചിന്തിക്കണമെങ്കിലും ഉത്രാട നക്ഷത്രക്കാരൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ കർക്കിടക മാസം വരുമ്പോഴത്തേക്കൊന്ന് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ഉത്രാട നക്ഷത്രക്കാരും ഭാര്യയും ഭർത്താവുമാണെങ്കിലും ഒന്ന് നോക്കണം. ഇതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. ഇല്ലെങ്കിൽ ലോൺ എടുത്ത് വീട് വെച്ച് കഴിഞ്ഞാൽ
അതിൻ്റെ ടെൻഷനും അല്ലെങ്കിൽ പിള്ളേരെ പഠിപ്പിക്കുന്നതിൻ്റെ സംഘർഷവും വണ്ടിയുടെ ലോൺ അടയ്ക്കുന്ന സംഘർഷത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പം പിന്നെ തൻ്റെ ശരീരത്തെക്കുറിച്ച് ശ്രദ്ധിക്കത്തില്ല. നിങ്ങൾ ഈ ശരീരമുണ്ടെങ്കിൽ മാത്രമേ, ശരീരത്തിനകത്ത് ഈ മനസ്സുണ്ടെങ്കിൽ മാത്രമേ, ആ മനസ്സ് ഉത്തമമാണെങ്കിൽ മാത്രമേ നമുക്കൊരു ജീവിതമുള്ളൂ എന്നും ആ ബോധം സ്വബോധത്താൽ തന്നെ ജീവിക്കുമ്പോൾ മാത്രമേ നല്ല ബോധമുണ്ടാകുള്ളൂ. നല്ല ബോധമുണ്ടാകണമെങ്കിൽ നല്ല ചിന്തകൾ ഉണ്ടാകണം. നല്ല ചിന്തകൾ ഉണ്ടാകണമെങ്കിൽ നല്ല മനസ്സുണ്ടാകണം. നല്ല മനസ്സുണ്ടാകണമെങ്കിൽ ശാന്തിയും സമാധാനവും വേണം. ഉത്രാട നക്ഷത്രക്കാർക്ക് ശാന്തിയും സമാധാനവും കഴിഞ്ഞ 90 ദിവസം ഇത്തിരി കുറവാണ്. മുമ്പിലോട്ടുള്ള ദിവസം ചിങ്ങമാസം വരെ അനുകൂലമല്ല. എന്നാലും വരുന്ന 30 ദിവസങ്ങളിൽ വാഹനങ്ങളിൽ നിന്ന് വിടാതെ നോക്കുക. വിഷജന്തുക്കളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകാതെ നോക്കുക. സ്വന്തം ശരീരത്തിലെ ചില ഈ പെണ്ണുങ്ങൾക്ക് സംഘർഷം താങ്ങാൻ പറ്റാതെ ഭർത്താക്കന്മാർ വഴിക്കാണെങ്കിൽ നെഞ്ചത്തിടിച്ച് കരയുന്ന ഒരു സ്വഭാവമുണ്ട്. സംഘർഷം താങ്ങാൻ വയ്യാതെ, സംഘർഷം സ്വയം താങ്ങാൻ വയ്യാതെ ഈ നശിച്ച ഭൂമിയിൽ നിന്ന് പോയാൽ മതി, എനിക്ക് നിങ്ങളോടൊപ്പം ജീവിക്കണമെന്ന് നെഞ്ചത്തിട്ടിടിക്കുന്ന ഉത്രാട നക്ഷത്രക്കാർ ഒരുപാടുണ്ടാവും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഫലങ്ങളെ എന്നെ പലരും വിളിച്ചിട്ട് പറഞ്ഞു, സ്വാമി അയ്യോ ഇങ്ങനെയൊന്നും പറയില്ല, ഇതെല്ലാം ഞങ്ങൾക്കുള്ളതാണ്, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതൊന്നും മാറ്റമില്ലേന്ന്. 27 നക്ഷത്രക്കാർക്കും ദോഷമാണെന്ന് എന്നോട് വിളിച്ചു പറഞ്ഞവരും എഴുതിയവർക്കൊക്കെ ഞാൻ പറയുകയാണ്, നിങ്ങൾക്കെല്ലാം നല്ല കാലം തന്നെയാണ് ഉള്ളത്. ആ നല്ല കാലത്തിനോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ സുഗന്ധത്തിനോടൊപ്പം തന്നെ ദുർഗന്ധമുണ്ട്. ആ ദുർഗന്ധത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതാണ് നല്ല കാലം. നമുക്ക് അനുകൂലമായിട്ട് വരണമെങ്കിൽ നമ്മളെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആ ശ്രദ്ധയൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് മാറാൻ സാധിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ചിങ്ങമാസം കഴിയാതെ ഉത്തര നക്ഷത്രക്കാർ വസ്തു മേടിക്കുകയോ വസ്തു വിൽപ്പനയോ നടക്കൂല. വസ്തു വായിക്കാനും പറ്റൂല, വസ്തു വിൽക്കാനും പറ്റൂല. ഉത്തര നക്ഷത്രക്കാർ ഒരു ബന്ധനമുണ്ട്. അതിന് വിഷ്ണു ക്ഷേത്രത്തിൽ നമുക്ക് കരിക്ക് ഇളനീര് കൊടുക്കുന്നത് നല്ലതായിരിക്കും. വിഷ്ണു ക്ഷേത്രത്തിൽ ഇളനീര് കൊടുക്കുക. പിന്നെ ശിവക്ഷേത്രത്തിൽ ധാര നടത്തുക, സംഘർഷങ്ങൾ കുറയ്ക്കാനായിട്ട്. തൈറോയിഡിൻ്റെ കഴുത്തിന് മുകളിലോട്ട് രോഗാവസ്ഥ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വയം ശരീരത്തിന് ശ്രദ്ധിക്കുക. പിന്നെ ഗൃഹത്തിന് ചെറിയ വാസ്തുസംബന്ധമായ ദോഷങ്ങളുണ്ടെങ്കിൽ, വാസ്തുസംബന്ധ ദോഷമുണ്ടെങ്കിൽ ഒരു കാലത്തും ഇതിനകത്ത് സമാധാനവും ശാന്തിയും കിട്ടത്തില്ല. കിണറുണ്ടായിരുന്ന വീടുകളായിരുന്നെങ്കിൽ ആ കിണർ മൂടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കിണറിന് ദോഷം നല്ല ജ്യോതിഷ പണ്ഡിതന്മാരെ കണ്ട് വേണമെങ്കിൽ ഒരു കുഴിയെടുത്ത് ആ ഭാഗത്ത് ഒരു കുഴി എടുത്ത് ഒരു കിണറുണ്ടാക്കുന്നത് ചിലപ്പോൾ ഈ വീടിൻ്റെ എല്ലാ ദോഷങ്ങൾക്കും പരിഹാരമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഓടിട്ട വീടുകൾ ഇപ്പോൾ വളരെ കുറവാണ്. പക്ഷേ ചോർച്ചയുണ്ടാകുന്ന വീടിൽ ഈർപ്പം ഉറക്കിയിട്ടുണ്ടെങ്കിലും അതിനും പരിഹാരം ഉണ്ടാക്കും. ജലാംശം വീടിനുള്ളിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അത് വീടിൻ്റെ കുടുംബ ഐശ്വര്യത്തെ ബാധിക്കുകയും കുടുംബത്തിലെ സമ്പത്തിനെ ബാധിക്കുകയും ചെയ്യുന്ന വിഷയങ്ങളുണ്ടാകും. ഉദരരോഗങ്ങൾക്ക് ബന്ധനം ഉണ്ടാകും. അതുകൊണ്ട് ഈർപ്പം മുറിയിൽ ഇറങ്ങാതിരിക്കുകയും വിഷജന്തുക്കൾ എന്ന് പറഞ്ഞാൽ പാറ്റി, പല്ലി തുടങ്ങിയ ജന്തുക്കൾ മുറിക്കുള്ളിൽ വാസമില്ലാതിരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. എന്തായാലും എല്ലാ 27 നക്ഷത്രങ്ങൾക്കും ഗുണകരമായ ഒരുപാട് കാര്യങ്ങൾക്കൊപ്പം ഞാൻ പൂർവ്വജന്മ ദോഷങ്ങളും കൂടെ പറയുന്നതുള്ളൂ. അത് ഓരോ ഗ്രഹനിലയും പ്രത്യേകിച്ച് പരിശോധിച്ചാൽ മാത്രമേ എനിക്ക് വ്യക്തമായ കാര്യങ്ങൾ പറയാൻ പറ്റൂ. ഈ മാസം 15 മുതൽ 19 വരെ മുറിപ്പാലത്തറി മാടത്തമ്പുര ക്ഷേത്രത്തിൽ ഞാനുണ്ട്. ആർക്കെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ അവിടെ ബുക്കിംഗ് പൂർണ്ണമായിട്ടില്ലെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് അവിടെ കാണാം. 9037744456 ആണ് അവിടുത്തെ നമ്പർ. ഇല്ലെങ്കിൽ എന്നെ വീട്ടിൽ വിളിക്കാം. പക്ഷേ ഞാൻ വീട്ടിൽ നോക്കത്തില്ല. ഇവിടെ മാത്രമേ ഞാൻ വല്ലപ്പോഴും മാത്രമേ മുൾപ്പാലത്തറി മാടത്തമ്പുര ക്ഷേത്രത്തിൽ നോക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ 20-ാം തീയതി മുതൽ യാത്രയാണ്, വിദേശത്ത് ഒക്കെ പോവുകയാണ്. അതിന് 29-ാം തീയതി വരുള്ളൂ. ദുബായിലും അബുദാബിയിലും ഒക്കെ ആയിട്ട് യാത്രയാണ്. യാത്ര വന്നിട്ട് പിന്നെ 1-ാം തീയതിക്ക് ശേഷമേ ചിലപ്പോൾ വീഡിയോ വരെ ചെയ്യാൻ പറ്റുള്ളൂ. ഉള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഞാൻ ഫലങ്ങളൊക്കെ പറയാം. എല്ലാവർക്കും സമാധാനവും ശാന്തിയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.